നമ്മുടെ കരിയറിൻ്റെ ഏറ്റവും പിവോട്ടലായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു കോഴ്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയിന്റാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ഡേ വരുമായിരിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ, അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡേയ്സ് തിങ്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വർഷത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് വിദ്യാരംഭത്തിൻ്റെ ആ ഒരു ദിവസമാണ്. നമുക്കറിയാം, ഈ വരുന്ന വിദ്യാരംഭം എന്ന് പറയുന്നത് ഒക്ടോബർ 2-നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാരംഭം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അധ്യാപന അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് പഠിച്ചു കൊടുക്കണം. ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നമ്മൾ പഠിച്ചു കൊടുക്കണം. ടെക്നിക്കൽ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു കൊടുക്കണം. പുതിയ ബിടെക് കഴിഞ്ഞ വ്യക്തികളാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്തൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കോഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കോഴ്സുകളിൽ എന്നൊക്കെ പറയുമ്പോൾ കുറേ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് നിങ്ങൾ എൻട്രിയിൽ ഓരോ കോഴ്സുകൾക്കും ജോയിൻ ചെയ്യുന്നത്. ഈ വിദ്യാരംഭത്തിന് ഒരു ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് കൊടുത്താലോ എന്നൊരു ചിന്ത നമ്മുടെ മൈൻഡിലേക്ക് വരികയും ആ ഒരു കോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്നിവിടെ ചെയ്യുന്നത്. സോ എന്ത് കോഴ്സാണ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ പല കോഴ്സുകളെ പറ്റി ചിന്തിച്ചു. എന്ത് കോഴ്സ്, ടെക്നിക്കലൊക്കെ എന്ത് കോഴ്സ് കൊടുക്കാം? 2 കോഴ്സുകളാണ് നമ്മളിവിടെ ചിന്തിച്ചത്. ആ ടൈമിൽ നമുക്കൊരു ഫൈനൽ ഔട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് 2 കോഴ്സുകളിൽ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നുള്ള ചിന്തയിലെത്തിയപ്പോൾ ആ ഒരു കോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ QS ആണ്. QSൻ്റെ ബിഗിനേഴ്സ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് QS എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ മെയിൻ ചാനലിൽ കൂടെ എൻട്രി എഞ്ചിനീയറിംഗ് ജോബ്സ് എന്ന് പറഞ്ഞ ചാനലിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരും ദിവസങ്ങളിൽ വിദ്യാരംഭത്തുമായിട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ കോഴ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങളത് പഠിക്കുക. QSകാരാണെങ്കിൽ QS നോക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫർദറായിട്ട് അത് മൂവ് ഓൺ ചെയ്ത് പോകാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി എഞ്ചിനീയറിംഗ് ജോബ്സ് പുതുതായിട്ട് ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. പക്ഷേ ഈ ഒരു കോഴ്സും ആ സമയത്ത് നമുക്ക് കൊടുക്കണം. മാത്രമല്ല ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ സൃഷ്ടിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ചാനലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുവാൻ സാധിക്കും. എൻട്രി എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാനൽ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ്, ആ കോഴ്സിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാനലായിരിക്കും. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ അണ്ടറിലെ ആ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൺ ടൈമായിട്ട് ലഭിക്കുന്നതാണ്. അവിടെയും ഞങ്ങളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംബഡഡ് സിസ്റ്റത്തിൻ്റെ ബേസിക് കോഴ്സ്, ബിഗിനർ കോഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും. അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫർദർ അതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി. 2 കോഴ്സിലും ഏത് കോഴ്സാണെങ്കിലും. സോ 2 കോഴ്സിലാണ് വിദ്യാരംഭത്തിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒന്ന് QS, ഫണ്ടമെൻറ്റൽസ് ഓഫ് QS എന്ന് പറഞ്ഞ കോഴ്സും, അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂലി ആയിട്ടുള്ള കോഴ്സും. അത് പുതിയ ചാനലാണ് കൊടുക്കുന്നത്. QS നമ്മുടെ ഓൾറെഡി ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചാനലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. വിദ്യാരംഭത്തിന് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പുതിയ മേഖലയിലേക്ക് കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്സ്കിൽ ചെയ്യണം. ആസ് എ ടെക്നിക്കൽ ആസ്പിരൻറ്റ്, ബിടെക് കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അപ്സ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് പേ സ്കെയിൽ കൂടി നിങ്ങൾക്ക് പല ജോബ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ മറക്കാതെ ഇത് മിസ് ചെയ്യരുത്, ഒന്നും തന്നെ മിസ് ചെയ്യരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.